ഹലോ ഹലോ ലിബിൻ, ഓഡിയോ ഓക്കെ അല്ലേ? എടാ ക്യാമറ. എടാ നല്ല ചൂടുണ്ടല്ലോ, നീ AC ഓൺ ആക്കിയില്ലേ? എന്തൊരു ചൂടല്ലേ. സാധാരണ ഫെബ്രുവരി മാസം ആകുമ്പോഴാണ് ചൂട് തുടങ്ങുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്ക് ലഭിക്കുന്ന കാലാവസ്ഥ വ്യത്യസ്തമാണ്. ഈ വർഷം ജനുവരി ആദ്യം മുതൽ തന്നെ ചൂട് കൂടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് കേരളത്തിൽ വേനൽക്കാലത്തിന്റെ ആരംഭം കുറിക്കുന്നു. താരതമ്യേന ഉയർന്ന താപനില, കുറഞ്ഞ മഴ, അല്പം ഈർപ്പമുള്ള കാലാവസ്ഥ എന്നിവയാണ് കേരളത്തിലെ വേനൽക്കാലത്തിന്റെ സവിശേഷതകൾ. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ വർഷം തന്നെ ചൂട് അസഹനീയമായിരുന്നു. കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത അവസ്ഥ. ഈ വർഷവും തൽസ്ഥിതിയിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യം സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, സ്ഥിതി കൂടുതൽ വഷളാവുവാനാണ് സാധ്യത. ലോകമെമ്പാടും താപനില മാറുകയാണ്. കേരളത്തിലും ഇതിന്റെ പ്രതിഫലനം ദൃശ്യമാണ്. കേരളത്തിലെ പല ജലസ്രോതസ്സുകളും ഇപ്പോഴേ വറ്റിത്തുടങ്ങിയ അവസ്ഥയിലാണ്. വനനശീകരണം, നിലവിലെ ജലസ്രോതസ്സുകൾ മലിനമാക്കുക, വായു മലിനീകരണം എന്നിവയെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നുണ്ട്. കൊടും വരൾച്ച, ശേഷം വെള്ളപ്പൊക്കം, ഇതാണ് നിലവിലെ സാഹചര്യം. 1924, 1961, 2018, 2021 എന്നീ വർഷങ്ങളിൽ കേരളം നേരിട്ടത് വൻ ജലപ്രളയത്തെയാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, ഭൂവിനിയോഗ വ്യതിയാനം, നഗരവൽക്കരണം, വികസന പ്രവർത്തനങ്ങൾ, ജനസാന്ദ്രത എന്നിവയുടെ സംയോജിത ഫലമാണ് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. നിലവിലെ സാഹചര്യം നേരിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി കർമ്മ പദ്ധതികളാണ് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. കേരളം പ്രധാനമായും എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള കേരള സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ 2023-2030 പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ് ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ചും പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള മേഖലകളെക്കുറിച്ചും ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, വനം, ജൈവ ആവാസ വ്യവസ്ഥ, ആരോഗ്യം, ജലസ്രോതസ്സുകൾ എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏറ്റവും ദുർബലമായ പ്രദേശങ്ങൾ കണ്ടെത്തി ഉചിതമായ നടപടികൾ നടപ്പാക്കും. വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, മലപ്പുറം, കൊല്ലം എന്നീ ജില്ലകൾ ഹൈ വൾണറബിലിറ്റി വിഭാഗത്തിലും, തിരുവനന്തപുരം, കോട്ടയം എന്നിവ ഇടത്തരം ദുർബലതാ വിഭാഗത്തിലും, തൃശൂർ, എറണാകുളം, പത്തനംതിട്ട എന്നിവ ലോ ദുർബല വിഭാഗത്തിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപര്യാപ്തമായ ജലസേചന സംവിധാനം, മോശം ഭൂഗർഭജല ഉപരിതല ജലത്തിന്റെ ഗുണനിലവാരം എന്നിവ ആക്ഷൻ പ്ലാനിൽ വിശദീകരിക്കുകയും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളും പ്ലാൻ വിശദമാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹരിതഗ്രഹവാതകം പുറംതള്ളുന്ന 5ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഹരിതഗ്രഹവാതക പുറംതള്ളൽ കുറയ്ക്കുന്നതിലൂടെയോ വിവിധ മാർഗങ്ങളിലൂടെ കാർബൺ സ്വീക്വസ്റ്റേഷൻ വർദ്ധിപ്പിക്കുന്നതിലൂടെയോ കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണം നേടാൻ കഴിയും. ഇതിനായുള്ള പദ്ധതികളും പ്ലാനിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. വൈദ്യുതി ഉൽപാദനം, ഗതാഗതം, വ്യവസായം, ഊർജാധിഷ്ഠിത കൃഷി, കെട്ടിടങ്ങൾ എന്നിവയാണ് സംസ്ഥാനത്തെ കാർബൺ പുറന്തള്ളലിന്റെ പ്രധാന ഉറവിടങ്ങൾ. 2030 വിവിധ മേഖലകളിൽ നിന്നും ഏകദേശം 57,000 KDCO 2E ഒഴിവാക്കുന്നതിനുള്ള ലഘൂകരണ തന്ത്രങ്ങളാണ് കർമ്മ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തിനായുള്ള നിർദ്ദിഷ്ട ലഘൂകരണ തന്ത്രങ്ങൾക്ക് 52,238 കോടി രൂപ ആവശ്യമാണ്. പുനരുപയോഗിക്കാവുന്ന വൈദ്യുതി പദ്ധതികൾ സ്ഥാപിക്കുക, വ്യവസായിക മേഖലകളിലെ ഊർജ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പ്രസരണ വിതരണ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2030 പ്രധാന ലഘൂകരണ നടപടികളിൽ ഇവ ഉൾപ്പെടുന്നു. പുനരുപയോഗിക്കാവുന്ന ഊർജ സ്ഥാപിത ശേഷി 3.46 ജിഗാവാട്ട്സായി ഉയർത്തുക, വീടുകളിലെ ഊർജ കാര്യക്ഷമത 53%, പൊതുഗതാഗതത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉയർന്ന പങ്ക്, സൗരോർജ അധിഷ്ഠിതവും ഊർജ കാര്യക്ഷമവുമായ തന്ത്രങ്ങൾ സ്വീകരിക്കുക, ഭൂവിനിയോഗ ആസൂത്രണം, സുസ്ഥിര തീരദേശ സംരക്ഷണം, ദുർബല സമൂഹങ്ങളുടെ പുനരധിവാസം,
വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി സുസ്ഥിര ഡ്രെയിനേജ് സംവിധാനങ്ങൾ വികസിപ്പിക്കൽ, സംയോജിത തീരദേശ പരിപാലനം, കാലാവസ്ഥാ വ്യതിയാന നിരീക്ഷണ സംവിധാനം, കാലാവസ്ഥ അവബോധം, കാലാവസ്ഥാ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സുപ്രധാന ഇടപെടലുകളും കർമ്മ പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നു. 2050 കാർബൺ നിഷ്പക്ഷത കൈവരിക്കാനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമങ്ങൾക്ക് ഹരിത ഹൈഡ്രജൻ ഉൽപാദനം നിർണായകമാണ്. ഉത്തരവാദിത്തമുള്ള വ്യാവസായിക ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പരിസ്ഥിതി സാമൂഹിക ഭരണാധിഷ്ഠിത നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ESG കേന്ദ്രീകൃത വ്യവസായ നയം കേരളം ഉടൻ പുറത്തിറക്കും. ആഗ്രോ ഫോറസ്ട്രി, എനർജി, ക്ലൈമറ്റ് എഫിഷ്യൻസി സെന്റർ എന്നിവ ഉൾപ്പെടുന്ന ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോഗ്രാം വയനാട്ടിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ പൊതുജനങ്ങൾ എങ്ങനെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നുവെന്ന് രേഖപ്പെടുത്താൻ തൃശൂരിലും പാലക്കാടിലും സിറ്റിസൺ ക്ലൈമറ്റ് കണക്ട് നടപ്പാക്കും. കാർബൺ ബഹിഷ്കരണം കുറയ്ക്കുക, മൊബിലിറ്റി പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ ഇലക്ട്രിക് വെഹിക്കിൾസ് കൺസോർഷ്യം പ്രോഗ്രാമും നടക്കുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം കേരളം പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് കണക്കിലെടുത്ത് ദുരന്തത്തെ അതിജീവിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും കെട്ടിടങ്ങളും നിർമ്മാണം, ദുരന്ത പ്രതികരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തൽ, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളുമായി പൊരുത്തപ്പെടാൻ വ്യക്തികളെയും സമൂഹത്തെയും പ്രാപ്തരാക്കുക എന്നിവ വിശദമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായും സമയബന്ധിതമായും സംസ്ഥാനത്ത് നടത്തും. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം ഭൂമധ്യരേഖയോട് വളരെ അടുത്താണ്. എന്നിരുന്നാലും വർഷം മുഴുവൻ പ്രസന്നവും തുല്യവുമായ കാലാവസ്ഥയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. കടലിനോടും കരയുടെ സാമീപ്യവും കിഴക്ക് പശ്ചിമഘട്ടം പോലുള്ള കോട്ടയുടെ സാന്നിധ്യവുമാണ് ഇതിന് കാരണം. എങ്കിലും ഈ പ്രത്യേകതകളെയെല്ലാം ഇല്ലാതാക്കും വിധമാണ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. വരും വർഷങ്ങളിലും സാഹചര്യം മാറാൻ സാധ്യതയില്ലാത്തതിനാൽ ഈ വിഷയത്തിൽ സർക്കാർ പദ്ധതികൾ നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പ്രധാനമാണ്. പരമാവധി മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്താതെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.